ലേണേഴ്സ് ഓൺലൈൻ ട്യൂട്ടർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന +1 കെമിസ്ട്രി ടോപ്പിക്കിൽ നിന്നുള്ള എൻട്രൻസ് ഡിസ്കഷൻ ആണ്. ഇവിടെ 20 ചോദ്യങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, which among the following is largest in size? Which among the following is largest in size? 4 ഓപ്ഷനുകളാണ് തന്നിരിക്കുന്നത്. എ ക്ലോറൈഡ് അയോൺ Cl-, ബി സൾഫർ അയോൺ S2-, സി സോഡിയം അയോൺ Na+, ഡി F-. Which among the following is the biggest or larger in size? നമുക്കറിയാം, ക്ലോറിൻ അറ്റോമിക് നമ്പർ 17, അറ്റോമിക് നമ്പർ 17 ഉള്ള ക്ലോറിൻ ഒരു ഇലക്ട്രോൺ കൂടി കിട്ടി 18 ഇലക്ട്രോണുകളുള്ള സ്പീഷീസ് ആണ്. അറ്റോമിക് നമ്പർ 16 ഉള്ള സൾഫർ 2 ഇലക്ട്രോൺ കൂടി ലഭിച്ച് 18 ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസ് രണ്ടാം ഓപ്ഷനായി തന്നിരിക്കുന്നു. സി ഓപ്ഷനിൽ, മൂന്നാമത്തെ ഓപ്ഷനിൽ അറ്റോമിക് നമ്പർ 11 ഉള്ള സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി 10 ഇലക്ട്രോണുകളാണ് നിലവിലുള്ളത്. ഫ്ലോറിന് 9 ഇലക്ട്രോണുകളുണ്ട്, ഒരു ഇലക്ട്രോൺ നേടി 10 ഇലക്ട്രോണുകൾ. ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലുള്ളത് ക്ലോറൈഡ് അയോണിനും സൾഫർ അയോണിനുമാണ്. ദാറ്റ് ഈസ് ദേ ആർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളിൽ those with highest negative charge is the biggest. ഇവിടെ ഹയസ്റ്റ് നെഗറ്റീവ് ചാർജ് ഉള്ളത് S2- സോ ദ കറക്റ്റ് ആൻസർ ഈസ് ബി, S2-. നൗ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് പരിശോധിക്കാം. ദ കറക്റ്റ് ഓർഡർ ഓഫ് അയോണിക് റേഡിയസ് ഈസ്. കറക്റ്റ് ഓർഡർ ഓഫ് അയോണിക് റേഡിയസ് ഈസ്. നമുക്ക് 4 ഓപ്ഷനുകളാണ് തന്നിരിക്കുന്നത്. കറക്റ്റ് ഓർഡർ ഓഫ് അയോണിക് റേഡിയസ് ചോദിച്ചിരിക്കുന്നു. N3-, O2-, F-, Na+. ഇവയെ വ്യത്യസ്ത ഓർഡറുകളിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് പരിശോധിക്കാനുള്ളത് ഇവയുടെ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയാണ്. അറ്റോമിക് നമ്പർ 7 ഉള്ള നൈട്രജന് 3 ഇലക്ട്രോണുകൾ കിട്ടുന്നതോടുകൂടി 10 ഇലക്ട്രോണുകളായിട്ടുണ്ട്. അറ്റോമിക് നമ്പർ 8 ഉള്ള ഓക്സിജന് 2 എണ്ണം കിട്ടി 10 ആയിട്ടുണ്ട്. 9 ഉള്ള ഫ്ലൂറിന് 1 കിട്ടി 10 ആയിട്ടുണ്ട്. 11 ഉള്ള സോഡിയത്തിന് 1 നഷ്ടപ്പെട്ട് 10 ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾ ദ ഓപ്ഷൻസ് ആർ ഐസോ ഇലക്ട്രോണിക് ഇൻ നേച്ചർ. എമംഗ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് വി നോ ദ സ്പീഷീസ് വിത്ത് ഹയസ്റ്റ് നെഗറ്റീവ് ചാർജ്, ദ ആനിയോൺ വിത്ത് ഹയസ്റ്റ് നെഗറ്റീവ് ചാർജ് ഈസ് ദ ബിഗ്ഗസ്റ്റ്. So the anion with the highest negative charge, here it is nitrogen. So nitrogen is the biggest. Then the anion with the next highest charge O2-, that will be the biggest. Then next one and so on. So the option A is correct because anion with the highest negative charge is the biggest. Here 3 anions are there with the different charges and 1 cation is there with only 1 charge. So the correct option is option A. And now to third question. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. The electronegativity of the following elements increases in the order. The electronegativity of the following elements increases in the order. 4 എലമെന്റുകളെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 4 എലമെന്റുകൾ സൾഫർ, ഫോസ്ഫറസ്, നൈട്രജൻ, ഓക്സിജൻ. ഇവയുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. സൾഫർ, ഫോസ്ഫറസ്, നൈട്രജൻ, ഓക്സിജൻ. നമുക്കറിയാം ഓൾ ദിസ് ബിലോങ്സ് ടു പി ബ്ലോക്ക് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. ഇവ പി ബ്ലോക്കിൽ നിന്നാണ്. പീരിയോഡിക് ടേബിളിലെ പി ബ്ലോക്ക് 6 ഗ്രൂപ്പുകൾ അടങ്ങിയ ഈ പി ബ്ലോക്കിൽ 13th ഗ്രൂപ്പ് മുതൽ 18th ഗ്രൂപ്പ്
ഗ്രൂപ്പ് വരെയാണ് എലമെൻറ്റുകൾ ഉള്ളത്. ഈ 13th ഗ്രൂപ്പ് മുതൽ 18th ഗ്രൂപ്പ് വരെയുള്ള 6 ഗ്രൂപ്പുകളിൽ 0 ഗ്രൂപ്പിനെ നാം മാറ്റിവെച്ചാൽ തുടർന്ന് വരുന്ന 6 ഗ്രൂപ്പുകൾ എഴുതുമ്പോൾ നമുക്കറിയാം ബോറോൺ, അലൂമിനിയം, ഗാലിയം, സിമിലർലി കാർബൺ, സിലിക്കോൺ, ജെർമേനിയം, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ. ബോറോൺ, അലൂമിനിയം, ഗാലിയം, കാർബൺ, സിലിക്കൺ, ജെർമേനിയം, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ. ഇനേർട്ട് ഗ്യാസ് ഞാൻ എഴുതുന്നില്ല. ഒരു ഗ്രൂപ്പിൽ താഴോട്ട് പോകും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുകയും ഇൻ എ പീരിയഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ്. The general trend related with electronegativity is down in a group electronegativity decreases. From left to right in a period electronegativity increases. So the element with the highest electronegativity must be fluorine. The next element is oxygen. So among these oxygen have the highest electronegativity. So with oxygen we have 3 options. Now the next one, the elements with the highest electronegativity in the periodic table is of the order we know fluorine, then oxygen, then comes nitrogen and chlorine. So the second one is nitrogen. Here the second one nitrogen. 2 options are there, A and B. Now when we reaches there with the sulfur and phosphorus, you can see sulfur is more electronegative because it is situated in the next group when compared to phosphorus. So the third one must be sulfur. So the correct order here is oxygen, nitrogen, sulfur and phosphorus. So the option B is correct. Now to 4th question. 4ാമത്തെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കൂ. ചോദ്യം ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക. Which of the following is an energy consuming process? താഴെ പറയുന്നതിൽ ഏതാണ് എനർജി കൺസ്യൂമിങ് പ്രോസസ്? ഊർജത്തെ ഉപയോഗിക്കുന്ന പ്രോസസ് ഏതാണ്? ഇവിടെ നോക്കൂ, ഓക്സിജനിലേക്ക് ഒരു ഇലക്ട്രോൺ ചേർക്കപ്പെട്ട് O- ആകുന്നു. ന്യൂട്രലായ ഒരു ആറ്റത്തിലേക്ക് നെഗറ്റീവ് ചാർജ് ചേർക്കുന്നതിന് കാര്യമായ റിപ്പൾഷനോ അട്രാക്ഷനോ ഉണ്ടാവില്ല. എന്നാൽ അതുകൊണ്ട് എനർജി ചേഞ്ച് ഈസ് cannot be predicted. But here Na plus and E minus, എ പോസിറ്റീവ് ചാർജുള്ള ഒരു സ്പീഷീസിലേക്ക് നെഗറ്റീവ് ചാർജുള്ള ഒരു സ്പീഷീസിനെ നമ്മൾ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും വിപരീത ചാർജുകൾ ആകർഷിക്കും. പ്രകൃതി നിയമമാണത്. ആയതുകൊണ്ട് തന്നെ എനർജി കൺസ്യൂം ചെയ്യപ്പെടാതെ തന്നെ ആ പ്രോസസ്സ് സംഭവിക്കും. എന്നാൽ ഇവിടെ 3rd ഓപ്ഷനിലേക്ക് ശ്രദ്ധിക്കൂ. O- ഓക്സിജന്റെ നെഗറ്റീവ് ചാർജുള്ള അയോൺ, നെഗറ്റീവ് ചാർജുള്ള അയോണിലേക്ക് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ചേർക്കപ്പെടുന്നു. നെഗറ്റീവും നെഗറ്റീവും ഒരേ ചാർജുകൾ വികർഷിക്കും. തൽഫലമായിട്ട് ആ വികർഷണത്തെ അതിജീവിക്കണമെങ്കിൽ നാം എനർജി നൽകിയേ മതിയാവും. So it is an energy consuming reaction. So the correct option is C. So C is correct. Now look at our 5th question. നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കൂ. Which of the following has largest size? 4 ഓപ്ഷനുകൾ നമുക്ക് തന്നിരിക്കുന്നു. ഇതിൽ ആരാണ് ഏറ്റവും വലുതെന്ന് ചോദിച്ചിരിക്കുന്നു. ചോദ്യത്തിൻ്റെ ഓപ്ഷനിലേക്ക് 1 ബ്രോമിൻ്റെ പോസിറ്റീവ് അയോണാണ്, 2 ന്യൂട്രൽ അയോഡിനാണ്, സി അയോഡിൻ്റെ നെഗറ്റീവ് അയോണാണ്, ഡി അയോണിൻ്റെ പോസിറ്റീവ് അയോണാണ്. നമുക്കറിയാം ഈ പീരിയോഡിക് ടേബിളിലെ 17ാം ഗ്രൂപ്പ് 17th ഗ്രൂപ്പ് ഹാലജൻസ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ. These are the 17th group elements. Down in a group atomic size increases. ആയതുകൊണ്ട് തന്നെ ബ്രോമിനേക്കാൾ വളരെ കൂടുതലാണ് സൈസ് അയോഡിന്. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് ബി എ ഉപേക്ഷിക്കാം.
മൂന്നെണ്ണത്തിലേക്ക് എത്തുക. I മൈനസ് I പ്ലസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, ആനിയോൺസ് ആർ ബിഗ്ഗർ ദാൻ പാരന്റ് ആറ്റം, കാറ്റയോൺസ് ആർ സ്മോളർ ദാൻ പാരന്റ് ആറ്റം. ചോദ്യം ഇതാണ്, ബിഗ്ഗസ്റ്റ് വൺ ഏതാണ്? Anion is bigger than parent atom. So the correct answer is C. Iodide ion. I minus. Now look at the sixth question. നമ്മുടെ ആറാമത്തെ ചോദ്യത്തിലേക്ക് വരിക. The radius F, F minus, O and O2 minus are in the order. 4 സ്പീഷീസുകൾ തന്ന് അവയുടെ റേഡിയസിന്റെ ഓർഡർ ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. സ്പീഷീസുകൾ ഇവയാണ്: O2 മൈനസ്, O, F മൈനസ്, F. ഇവരിൽ ആരാണ് വലുത്, ആരാണ് ചെറുത്? ആ ഓർഡർ എന്താണെന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ O2 മൈനസ് അറ്റോമിക് നമ്പർ 8 ഓക്സിജന് 2 ഇലക്ട്രോണുകൾ കിട്ടുന്നതോട് കൂടി അത് 10 മാറും. ഓക്സിജൻ വിത്തൗട്ട് ചാർജ് ഇല്ലാത്ത ഓക്സിജൻ 8 ഇലക്ട്രോണുകളാണ്. ഫ്ലൂറിൻ ഒരു നെഗറ്റീവ് ചാർജ് കിട്ടുന്നതോടുകൂടി 9 10 മാറിയിട്ടുണ്ട്. ഫ്ലൂറിൻ ഇനേർട്ടാണ്, ന്യൂട്രൽ ആണ്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് 9. ഹിയർ 2 ആർ ഐസോ ഇലക്ട്രോണിക് വിത്ത് ഹയസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, O2 minus and F minus. Among iso electronic species, the anion with the highest charge will be the biggest. Among isoelectronic species, anion with the highest charge will be the biggest. ഇവിടെ ഓക്സിജന് 2 മൈനസ് ചാർജും ഫ്ലൂറിൻ്റെ അയോണിന് 1 മൈനസ് ചാർജുമാണുള്ളത്. ഐസോ ഇലക്ട്രോണിക് ആയതുകൊണ്ട് കൂടുതൽ നെഗറ്റീവ് ചാർജ് ഉള്ളത് വലുതായിരിക്കും. അപ്പോൾ O2 മൈനസ് ആണ് വലുത്. 2ാം സ്ഥാനത്ത് വരേണ്ടത് F മൈനസ് ആണ്, സംശയമൊന്നുമില്ല. 3ാം സ്ഥാനത്തേക്ക് വരേണ്ടത് നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലുള്ള ഫ്ലൂറിൻ അല്ല, കാരണം ഇതൊരു പീരിയഡിലെ എലമെന്റുകളാണ്. അങ്ങനെ വരുമ്പോൾ 3ാം സ്ഥാനം ഓക്സിജനാണ്. അപ്പോൾ O2 മൈനസ് ഏറ്റവും കൂടുതൽ, പിന്നെ ഓക്സിജൻ, F മൈനസ്, പിന്നെ ഓക്സിജൻ. അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ ഇറ്റ് വിൽ ബി O2 മൈനസ്, then will be O minus. So O2 minus the correct option, then O minus, F minus, then the one will be oxygen and then fluorine, as they are neutral atoms belonging to a period. So the correct option must be O2 minus, which is bigger than F minus, which is bigger than O, which is bigger than F. So this is the correct answer. The order will be like this. So the correct option provided in the question is D. O2 minus is bigger than F minus, which is bigger than O, which is bigger than F. So to the 7th question, you listen to 7th question. 7ാമത്തെ ചോദ്യം. From the ground state electronic configuration of the elements given below, pick up the one with the highest value of second ionization enthalpy. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലുള്ള സ്പീഷീസ് കണ്ടെത്തുക. ഏതിനാണ് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലുള്ളത്? നോക്കൂ, 1s2 2s2 2p6 3s2, 1s2 2s2 2p6 3s1, 1s2 2s2 2p6, 1s2 2s2 2p5. Look at the first option, 1s2 2s2 2p6 3s2. എസ് സബ്ഷെല്ലിൽ നിന്ന് 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടാൽ ഇതിന് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ലഭ്യമാകും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയും കഴിഞ്ഞ് തേർഡ് ആയിരിക്കും ഏറ്റവും ഉയർന്ന അയണൈസേഷൻ എൻതാൽപ്പി. എന്നാൽ ഇവന് എസിൽ നിന്ന് 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതോടുകൂടി ഇത് സ്റ്റേബിൾ ആകും. അതുകൊണ്ട് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കുമെങ്കിലും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലായിരിക്കും. സ്റ്റെബിലിറ്റി കിട്ടിയത് കൊണ്ട് കൂടുതലായിരിക്കും. അതുകൊണ്ട് താഴെ പറയുന്നതിൽ ഏതിനാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ? ദ കറക്റ്റ് ആൻസർ ഈസ് ബി. കാരണം 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതോടെ ഇത് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെത്തും.
എന്നാൽ ദിസ് വൺ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഇറ്റ് സെൽഫ് ഈസ് ഹയർ ബട്ട് സെക്കൻഡ് വിൽ ബി ലോവർ. ദിസ് വൺ ഹാവ് നോ സച്ച് സ്റ്റെബിലിറ്റി, so ionization enthalpy will be lower compared to stable one. So the correct option here it is the B. എട്ടാമത്തെ ചോദ്യം വായിക്കാം, ശ്രദ്ധിക്കൂ. The screening effect of d electrons is. d ഇലക്ട്രോണുകളുടെ സ്ക്രീനിങ് ഇഫക്റ്റ് നമ്മൾ അറിയണം. 4 സബ് ഷെല്ലുകൾ, 4 തരത്തിലുള്ള ഇലക്ട്രോണുകൾ S, P, D, F. ഇവയുടെ സ്ക്രീനിങ് ഓർഡർ എന്ന് പറയുന്നത് എസ് ഏറ്റവും കൂടുതലും, പി, ഡി, എഫ് ഇതാണ് അതിൻ്റെ യഥാർത്ഥ ഓർഡർ. ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദ സ്ക്രീനിങ് ഇഫക്റ്റ് ഓഫ് ഡി ഇലക്ട്രോൺ ഈസ് എ ഓപ്ഷൻ ഈക്വൽ ടു പി ഇലക്ട്രോൺ. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ബി മച്ച് മോർ ദാൻ പി ഇലക്ട്രോൺസ്, അത് പി യേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നോ, ഇറ്റ് ഈസ് ലെസ് ദാൻ പി. നൗ സി ഓപ്ഷൻ സെയിം ആസ് എഫ് ഇലക്ട്രോൺസ്. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് കറക്റ്റ്. ഡി ലെസ് ദാൻ പി ഇലക്ട്രോൺ. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഡി ഹാവ് സ്ക്രീനിങ് ലെസ് ദാൻ പി ഇലക്ട്രോൺ. സോ ഓപ്ഷൻ ഈസ് ഡി. Once again the question, the screening effect of d electron is, correct answer, less than p electrons. Now 9th question, the electronic configuration of gadolinium is. gadoliniumത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? gadolinium with atomic number 64. എന്താണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? gadolinium belongs to F block. So all here F block is provided. So among this which one is correct? You know the general electronic configuration of F block is N minus 2 F 1 to 14 N minus 1 D 0 to 1 NS2. Here you can see N minus 2 F 1 to 14 N minus 1 D 0 to 1. ഡിയിൽ 0 to 1 ഇലക്ട്രോണുകൾ മാത്രമേ പാടുള്ളൂ. Here 9 electrons are there, 5 electrons are here, 2 electrons are here, 1 electron is here. So the correct option is option B, which is correct with the general electronic configuration. Now look at our 10th question. 10ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. The first ionization potential of sodium, magnesium, aluminum and silicon. 4 എലമെന്റുകൾ തന്നിരിക്കുന്നു. സോഡിയം, magnesium, the elements once again sodium, magnesium, aluminum and silicon. 4 എലമെന്റുകൾ തന്നിരിക്കുന്നു. 4ഉം ഒരേ പീരിയഡിലുള്ള എലമെന്റുകളാണ്. You know, from left to right in a period, ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ atomic size gradually decreases. So the question is the first ionization potential of sodium, magnesium, aluminum and silicon is of the order. അങ്ങനെ വരുമ്പോൾ ഒരു ജനറൽ ആയി നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടിയ ഇലക്ട്രോണിക് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ടാവേണ്ടത് ഏറ്റവും ചെറിയ ആറ്റമായ സിലിക്കണിനാണ്. ഇതിൽ ഏറ്റവും ചെറിയ ആറ്റമായത് സിലിക്കൺ ആയതുകൊണ്ട് ഫസ്റ്റ് ഏറ്റവും കൂടിയത് സിലിക്കൺ എന്ന് പറയുന്നത് കറക്റ്റായി നമുക്ക് കാണാം. എന്നാൽ മറ്റൊരു കാര്യം, അയണൈസേഷൻ എൻതാൽപ്പിയെ സ്വാധീനിക്കുന്ന ഫാക്ടറുകളിൽ ഒരുപാട് ഘടകങ്ങളിൽ ഒന്നാണ് സ്റ്റെബിലിറ്റി, സ്ക്രീനിങ് ഇഫക്റ്റ്, സൈസ്, കൂടാതെ പെനട്രേഷൻ കപ്പാസിറ്റി. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ വെച്ച് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ സോഡിയം വിത്ത് അറ്റോമിക് നമ്പർ 11 എപ്പോഴും 281 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ട് ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലുള്ളവനാണ്. അതുകൊണ്ട് സോഡിയത്തിനാണ് ഏറ്റവും വലിയ സൈസും. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് സോഡിയം എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാം. എന്നാൽ മെഗ്നീഷ്യം 282 or 1s2, 2s2, 2p6, 3s2, 3s2. S is completely filled.
So to remove one electron from magnesium is not easy as we can remove it from aluminium. So aluminium have lower ionization enthalpy when compared to magnesium. So the second one must be aluminium, then comes magnesium, and the last one will be silicon. The ionization enthalpy will increase towards silicon. So the order must be shown as silicon have highest one, then magnesium, then to aluminium, and last to sodium. Here when we reach us there with our 4 options, the correct option will be second one. So B is the correct answer. You got it? Now look at the next question, that is our 11th question. Arrange Al2O3, MgO, K2O and Na2O in the increasing order of their basic nature. You are provided with 4 oxides. The 4 oxides provided are Al2O3, aluminium oxide, another one magnesium oxide, next one potassium oxide and sodium oxide, and are asked to arrange them in the increasing order of their basic nature. Namukariya, all these aluminium, magnesium, potassium and sodium are metals. Oxides of metals are basic in nature. When electropositivity increases, metallic nature increases, so basic nature of oxides also increases. Among these 4 metals, sodium, potassium, magnesium and aluminium, potassium have the highest electropositivity, so its oxide will be highly basic. Now second one with electropositivity is sodium, so the second one will be sodium, and third one is magnesium, and the last one is aluminium oxide. And so the order must be K2O, Na2O, MgO and Al2O3. Now look at the options. Which one is more correct one? The more correct one is K2O have highest one, Na2O second one, MgO third one and Al2O3 the last one. So here also the correct answer is option A. You got it? Now look at our 12th question, purely theoretic question. Due to screening effect of electrons by nucleus, ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനുണ്ടാക്കുന്ന സ്ക്രീനിങ് ഇഫക്റ്റ് കാരണം ഓപ്ഷൻ തന്നിരിക്കുന്നു. അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഡിക്രീസസ്. അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഡിക്രീസസ്. യു നോ വാട്ട് ഈസ് സ്ക്രീനിങ് ഇഫക്റ്റ്? The hindrance made by the intervening electrons to the attraction between nucleus and outer electron is called screening effect. Now, when screening increases, attraction decreases. So, ionization enthalpy decreases. The first option, ionization potential decreases. So that is correct. A option is correct. Now, look at the B option. Ionization potential increases. So, it is not correct. C option, no change in ionization potential. The first factor or the highest or biggest factor that affects ionization potential is screening effect. So that is not correct. Now third one, attraction of nucleus on electrons increases. No, attraction of electrons on nucleus decreases. So here only one option is there, that is A. You got it? Now next 13th question. Now we have reached there with the 13th question. Listen carefully to this question. The ionic radii of isoelectronic species N3 minus, O2 minus, F minus. Ionic radius of these 3 are provided. Which one is correct? Ionic radius of the 3 species are given. Remember, these 3 are isoelectronic species. Species with the same number of electrons. Nitrogen with atomic number 7 by gaining 3 becomes 10. Oxygen with 8 by gaining 2 becomes 10. And fluorine with 9 by gaining 1 becomes 10.
So these are isoelectronic in nature. You know, among isoelectronic species, anion with the highest charge is the biggest. So N3 minus have highest radius, second O2 minus, and last. So correct option, the first one must be the biggest, second one then, and the last one the least. So here you see 1.36, 1.4, 1.71. It is not in the decreasing order. It should be in the decreasing order. So the correct one is not this one. Here look at the third one, 1.71, 1.4, 1.3. It is in the decreasing order. So the option C is correct. So it's a good question. The 13th question is a very good question. So you must get the logic behind this one. Never try to study the ionic radius of ions, but we must have an idea related with the ionic radius of isoelectronic species and also related with cations and anions. Here our option is C. This is the correct one. Now 14th question. Given the data for ionization energy of X എന്ന എലമെന്റിന്റെ അയണൈസേഷൻ എനർജിയുടെ 5 ഡാറ്റകൾ തന്നിരിക്കുന്നു. ഫസ്റ്റ് വൺ 258, സെക്കൻഡ് വൺ 555, തേർഡ് വൺ 1075, ഫോർത്ത് വൺ 1480, ആൻഡ് ഫിഫ്ത്ത് അയണൈസേഷൻ എൻതാൽപ്പി 9350. Here you can see from first to second an increase is there. From second to third also there is an increase. Somewhat it's double. But from third to fourth there is a slight increase, not to double. But to the fifth one there is a hike or a jump in ionization enthalpy. From this what we have to understand is that after these four, first, second, third and fourth electrons are removed, the atom attains stability. Now the atom is stable. It means it have only 1, 2, 3, 4 electrons in its outermost shell. Now look at the question. Given the data for ionization energies for X, the most probable number of valence electrons for atom X is. How many electrons are there in the valence shell? Now 1 electron, 2, 3 and 4. Now the correct answer is option D. So the idea is related with the ionization enthalpy and stability. So our correct answer for 14th question is option D. That is 4 electrons are there in the outermost shell. We reached with the answer because after losing 4th electron, there is a hike or a jump in its ionization potential. It indicates it attains stable electronic configuration by losing all outer electrons. So outer electrons are 4 in number. Now look at our next question, that is 15th question. 15th question. The successive ionization energies of an element M. M എന്ന എലമെന്റിന്റെ 1, 2, 3 സക്സസീവ് അയണൈസേഷൻ എനർജികൾ തന്നിരിക്കുന്നു. ഒന്ന് 176, സെക്കൻഡ് 346, തേർഡ് 1850. Now formula of its chloride will be, ആ എലമെന്റിന്റെ ക്ലോറൈഡിന്റെ ഫോർമുല എന്തായിരിക്കും? നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടെ ഒന്നാമത്തെ അയണൈസേഷൻ എൻതാൽപ്പി 176, second one 346. After that there is a jump or a hike there in the ionization enthalpy. It indicates after losing first and second 2 electrons, the element reached with the stability. It means it have 2 electrons in its outermost shell. So it means the valency of the element M is 2. What will be the formula of its chloride? We know chlorine have valency 1. When an element M with valency 2 combines with chlorine with valency 1, the compound formed will be M1Cl2.
So here the answer is M1Cl2. In chemistry, one is not indicated, so it is MCl2. Correct option is option B. So the answer is B. Now look at our 16th question. The pair of elements which reacts most violently is. ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന പെയറുകൾ ആരൊക്കെയാണ്? നമുക്ക് 4 ഓപ്ഷനുകളാണ് തന്നിരിക്കുന്നത്. ഒന്ന് ലിഥിയം ഫ്ലൂറിൻ, സീസിയം ഫ്ലൂറിൻ, സീസിയം അയഡിൻ, സോഡിയം ക്ലോറിൻ. ഇതിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന 4 പെയറുകൾ. റിയാക്ടിവിറ്റി സീരീസിൽ 1ാം സ്ഥാനത്തുള്ള ലിഥിയം ഡ്യൂ ടു ഹൈഡ്രേഷൻ എൻതാൽപ്പി ഇവിടെയുണ്ട്. ഏറ്റവും കൂടി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള ഫ്ലോറിൻ. സോ ഏറ്റവും നല്ല റിയാക്ടിവിറ്റി ഉള്ള മെറ്റലും ഏറ്റവും നല്ല റിയാക്ടിവിറ്റി ഉള്ള നോൺ മെറ്റലുമാണ് 1ാമത്തെ ഓപ്ഷൻ. അതുകൊണ്ട് സംശയിക്കാനൊന്നുമില്ല, ഇവർ തന്നെയായിരിക്കും ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നതും. എന്നാൽ ഇലക്ട്രോ പോസിറ്റിവിറ്റിയിൽ കൂടുതലുള്ള നെഗറ്റിവിറ്റി കൂടുതലുള്ള എലിമെന്റുകൾ തന്നിരിക്കുന്നു. എന്നാൽ നമുക്കറിയാം സീസിയത്തേക്കാൾ കെമിക്കൽ റിയാക്ടിവിറ്റിയിൽ മുമ്പിലാണ് ഫസ്റ്റ് ഗ്രൂപ്പിലെ ആദ്യ അംഗമായ ലിഥിയം. So the correct answer is A and not B. Now look at 17. 17ാമത്തെ ചോദ്യത്തിലേക്ക് വരിക. An artificial element in the following is. 4 എലമെന്റുകൾ തന്നിരിക്കുന്നു. നമ്മളോട് ഇതിലെ കൃത്രിമ എലമെന്റ് ചോദിച്ചിരിക്കുന്നു. അയൺ Fe, ടെക്നീഷ്യം Tc, റുത്തേനിയം ആൻഡ് റോഡിയം. നമുക്കറിയാം ഈ ലോകത്തിൻ്റെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ എലമെന്റ് ടെക്നീഷ്യം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് പോവേണ്ടതില്ല. സോ ദ ആൻസർ ഈസ് ടെക്നീഷ്യം. റിമെമ്പർ, ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലിയേവ് തൻ്റെ പീരിയോഡിക് ടേബിളിൽ ഏക്കമാങ്കനീസ് എന്ന പേരിൽ ഒഴിച്ചിട്ട സ്ഥലത്ത് കയറി വന്ന കാലം കൊണ്ടുവന്ന ആദ്യത്തെ ആർട്ടിഫിഷ്യൽ എലമെന്റ് കൂടിയായിരുന്നു ടെക്നീഷ്യം. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ടെക്നീഷ്യം. 18ാമത്തെ ചോദ്യം വായിക്കുന്നു. അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഈസ് മാക്സിമം. 4 ഓപ്ഷനുകൾ തന്ന് ആർക്കാണ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്? എ ഓപ്ഷൻ ഹീലിയം, ബി ഓപ്ഷൻ ഫ്ലൂറിൻ, സി ഓപ്ഷൻ നിയോൺ, ഡി ഓപ്ഷൻ ഹൈഡ്രജൻ. ഇതിൽ ആർക്കാണ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്? അയണൈസേഷൻ എൻതാൽപ്പി എല്ലാ കാലത്തും കൂടുതലുള്ളത് ഇനേർട്ട് ഗ്യാസസിനാണ്. ഇനേർട്ട് ഗ്യാസുകൾ ആരൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ. ഇവരിൽ താഴേക്ക് പോകുന്തോറും സൈസ് കൂടി വരുന്നത് കൊണ്ട് ഏറ്റവും ചെറിയ സൈസ് ഉള്ളത് ഹീലിയത്തിനാണ്. അതുകൊണ്ട് ഏറ്റവും കൂടിയ അയണൈസേഷൻ എൻതാൽപ്പിയുള്ള എലമെന്റ് ഹീലിയമാണ്. ഹിയർ ദ ഓപ്ഷൻ എ, ഹീലിയം. നൗ 19ാമത്തെ ചോദ്യത്തിലേക്ക്. നമ്പർ ഓഫ് ലിക്വിഡ് എലമെന്റ്സ് അണ്ടർ ആംബിയന്റ് കണ്ടീഷൻസ് ഈസ്. എത്ര ദ്രാവക രൂപത്തിലുള്ള എലമെന്റുകളാണ് സാധാരണ അവസ്ഥയിൽ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്? നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ സാധാരണ പറയാറുള്ളത് 2 എലമെന്റുകളെയാണ് നമ്മൾ ലിക്വിഡ് രൂപത്തിലുള്ളതായിട്ട് കണക്കാക്കുന്നത്. ഒന്ന് ബ്രോമിൻ, ദ്രാവക രൂപത്തിലുള്ള നോൺ മെറ്റൽ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. 2 മെർക്കുറി, മെറ്റൽ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. സോ ദ 2 ആർ liquid in nature. So answer is 2. The 2 bromine and mercury are the liquid elements of the periodic table. Now 20th question. നമ്മൾ ഇന്ന് വായിക്കുന്ന അവസാന ചോദ്യത്തിലേക്ക്. An atom with the lowest atomic number that has a ground state electronic configuration of n-1d6ns2. സാധാരണ അവസ്ഥയിൽ n-1d6ns2 ഉള്ള ഒരു എലമെന്റ്, ഒരു ആറ്റം, ഏത് ആറ്റത്തിനാണ് അതിൽ അറ്റോമിക് നമ്പർ ഏറ്റവും കുറവുള്ളത്? നമുക്കറിയാം n-1d6ns2 അത് ഡി ബ്ലോക്കിൽ ഉള്ള എലമെന്റ് ആണ്. ഡി ബ്ലോക്കിൽ ഉള്ള എലമെന്റ്, ഡി ബ്ലോക്ക് തുടങ്ങുന്നത് 3rd പീരിയഡിന് ശേഷം മാത്രമാണ്, 4th പീരിയഡ് മുതലാണ്. അപ്പോൾ 4th പീരിയഡിൽ ഉള്ള എലമെന്റ് ആയിരിക്കും 4th-ലും 5th-ലും 6th-ലും പിന്നെ 7th-ലും. ഈ 4 പീരിയഡുകളിലാണ് ഡി ബ്ലോക്ക് എലമെന്റുകളെ നമുക്ക് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇവിടെ 3rd എന്ന് പറയുന്നതും 2nd എന്ന് പറയുന്നതും നമുക്ക് അംഗീകരിക്കാനാവില്ല. പിന്നെ 4th, 5th, 6th, 7th 4 ഉത്തരങ്ങൾ കറക്റ്റാണ്. പക്ഷേ ഈ ചോദ്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആൻ ആറ്റം വിത്ത് ലോവസ്റ്റ് അറ്റോമിക് നമ്പർ.
ഈ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന അറ്റോമിക് നമ്പർ ഉള്ളത് അത് 4th പീരിയഡിൽ ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ദിസ് വൺ. നമുക്കറിയാം D6 ഉള്ളത് ഇതിൽ അയൺ, ഇരുമ്പ്, Fe വിത്ത് അറ്റോമിക് നമ്പർ 26 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 4th പീരിയഡ്. ഇത് വിത്ത് ലോവസ്റ്റ് അറ്റോമിക് നമ്പർ എന്ന ചോദ്യമായത് കൊണ്ടാണ് ഈ ഉത്തരം വന്നത്. വിത്ത് ഹയസ്റ്റ് അറ്റോമിക് നമ്പർ എന്നായിരുന്നുവെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഉത്തരം 4th, 5th, 6th ആയിരുന്നില്ല, അത് 7th ആയിരുന്നു. ബട്ട് ഹിയർ വി ഹാവ് ദ ആൻസർ സി. ഇതോടെ നമ്മൾ ചർച്ച ചെയ്യാൻ വെച്ച 20 ചോദ്യങ്ങൾ പൂർത്തിയാവുകയാണ്. നിങ്ങൾ നന്നായി വളരെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ വെച്ച് ഒന്നുകൂടി വർക്കൗട്ട് ചെയ്ത് കൃത്യമാക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ തൽക്കാലം ബൈ.